Hello everyone, welcome to G-Pod Plus Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Pod പ്ലസ് ടു ഈ സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾ നാഫി. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 and 2 ഷുവർ ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞു തന്നു. ഇതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ 3 and 4 ഹിസ്റ്ററിയിലെ മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുമായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക അവസാനം വരെ കാണട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഇനി ഒരു ക്വസ്റ്റൻ കണ്ടോ, പ്രിപ്പറേഷൻ ക്രിട്ടിക്കൽ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതം. മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ 1990 നിങ്ങൾ ശ്രദ്ധിക്കണം, 1919 VS സുക്തങ്കർ ആണ് എന്ത് ചെയ്തത്, ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതം, മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത്. ശ്രദ്ധിച്ചു വെക്കണേ, 1990 ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? VS സുക്തങ്കർ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ VS സുക്തങ്കർ എന്ത് ചെയ്യാടാ, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും അറൌണ്ട് ഡസൻസ് ഓഫ് സ്കോളേഴ്സിലെ 12ഓളം പണ്ഡിതന്മാർ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും എല്ലാ ഭാഗത്തു നിന്നും മഹാഭാരത പതിപ്പുകൾ ശേഖരിക്കുകയും അത് കമ്പയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവസാനം എന്ത് ചെയ്യാടാ, 13,000 പേജസിലെ 13,000ഓളം പേജുള്ള ഒരു വോളിയമായിട്ട് അത് പുറത്തിറങ്ങുകയാണ്. ഇതിന് അറൌണ്ട് 47 ഇയേഴ്സിലെ 47ഓളം വർഷങ്ങൾ എടുത്തു. അങ്ങനെ അവസാനം എന്ത് മനസ്സിലായി, there were several common elements in Sanskrit version of the story and this is evident by manuscript found all over subcontinent. അതായത് ഇതിലെ സ്റ്റോറി ഒരു കോമൺ എലമെന്റ് ആണ്. അതായത് മഹാഭാരതത്തിന്റെ സ്റ്റോറി എല്ലാ പതിപ്പിലും എന്താണ് കോമൺ ആണ്, പക്ഷേ റീജിയണൽ വാരിയേഷൻസ് അഥവാ പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ധർമ്മശാസ്ത്രത്തെ കുറിച്ച് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. എന്താണ് ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദ കോഡ് ഓഫ് കണ്ടക്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, കോഡ് ഓഫ് കണ്ടക്ട് ആണ്. അതായത് ഫ്രം BC 5000 ഓൺവേർഡ്സ്, അല്ലെ BC 500 മുതൽ അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം, ഒരു കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുവന്നു. ശ്രദ്ധിക്കണം, എന്താണ് ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പെരുമാറ്റച്ചട്ടം. അന്നത്തെ കാലത്ത് ആളുകൾ ഫോളോ ചെയ്യേണ്ട, നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഇത്, ഈ ഒരു ധർമ്മശാസ്ത്രായ ധർമ്മസൂത്രം. കോഡ് ഓഫ് കണ്ടക്ട് ആണ്. അന്നത്തെ കാലത്ത് ആളുകൾ ഫോളോ ചെയ്യുന്ന നിയമങ്ങൾ, ഈ വർണ്ണ സമ്പ്രദായം, അതിനൊക്കെ പറയുന്നതാണ് ഇത് ധർമ്മശാസ്ത്ര ധർമ്മസൂത്രത്തിലാണ് ഇത് പറയുന്നത്. ഇതിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇത് മനുസ്മൃതി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണിത്, ആൻഷ്യൻ ഇന്ത്യയിലെ വർണ്ണ സിസ്റ്റം, വർണ്ണ സമ്പ്രദായം. 4 മാർക്കിന് എക്സാമിന് ചോദിക്കാം. അപ്പോൾ 4 വർണ്ണങ്ങളാണുള്ളത്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അല്ലെ 4 വർണ്ണാസ് ആണുള്ളത് ആൻഷ്യൻ ഇന്ത്യയിൽ. അതിൽ ഓരോരുത്തരുടെ ഡ്യൂട്ടി നിങ്ങൾ പഠിച്ചു വെക്കണം. ടീച്ച് ആൻഡ് സ്റ്റഡി വേദം, അല്ലെ വേദം പഠിക്കുക, പഠിപ്പിക്കുക, യാഗങ്ങൾ നടത്തുക, അതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടീസ്, ബ്രാഹ്മണാസിന്റെ ഡ്യൂട്ടീസ്. അതേപോലെ തന്നെ ക്ഷത്രിയാസിന്റെ ഡ്യൂട്ടി എന്താടാ, എൻഗേജ് ഇൻ വാർഫെയർ, യുദ്ധങ്ങളിൽ ഏർപ്പെടുക. അതേപോലെ തന്നെ എന്താടാ, പ്രൊട്ടക്ട് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ദ പീപ്പിൾ, അതായത് ജനങ്ങളെ സംരക്ഷിക്കുക, രാജഭരണം നടത്തുക, അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്, ക്ഷത്രിയാസിന്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെയാണ് എന്ത്, വൈശ്യാസ്, അല്ലെ അഗ്രികൾച്ചർ, പാസ്റ്റോറലിസം ആൻഡ് ട്രേഡ്, കൃഷി, പിന്നെ കന്നുകാലി വളർത്തൽ, കച്ചവടം, ഇത് 3 ചെയ്തിരുന്ന ഗ്രൂപ്പാണ് ഇത് വൈശ്യാസ് എന്ന് പറയുന്നത്. പിന്നെ ശൂദ്രാസ് ആണല്ലേ, ബാക്കിയുള്ള 3 വർണ്ണങ്ങളെയും സേവിക്കുന്ന ആരുടെ ഡ്യൂട്ടി, ശൂദ്രാസിന്റെ ഡ്യൂട്ടി. അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചു വെക്കണേ. അതേപോലെ ഈ ചണ്ടാളാസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, നോക്കി വെച്ചോ. ബാക്കി നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യും കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒരു മാത്സ് ഫോളോയിങ്, ഈ മാത്സ് ഫോളോയിങ്ങിന് ആൻസർ അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഈ ഒരു മാത്സ് ഫോളോയിങ്ങിന് ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കണേ, ഇതേ സ്തൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. ഒന്നെങ്കിൽ സ്തൂപത്തിന്റെ സ്ട്രക്ചർ, ഘടന ചോദിക്കും. ഇവിടെ ചോദിച്ചത് എന്താ, സ്തൂപാസ് ആൻഡ് ദ റിലേഷൻ വിത്ത് ബുദ്ധിസം ആണ്, അല്ലെ സ്തൂപങ്ങളും ബുദ്ധമതവുമായിട്ടുള്ള ബന്ധമാണ് ഇവിടുത്തെ ചോദ്യം. ശ്രദ്ധിച്ചോ, എന്താണ് ഈ ഒരു ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട, ബുദ്ധമതത്തിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് പ്ലേസസ് ഉണ്ട്. ആ ഇമ്പോർട്ടന്റ് പ്ലേസസ് അഥവാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്, ചൈത്യാസ്. ഇപ്പൊ ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് സ്ഥലങ്ങളൊക്കെ എന്ത് വിളിക്കുന്നു, ചൈത്യാസ് എന്ന് വിളിക്കുന്നു. എന്തൊക്കെയാണ് ചൈത്യങ്ങൾക്കുള്ള എക്സാമ്പിൾ, ഒന്ന് ലുംബിനി, അതേപോലെ തന്നെ 2 ബോധ്ഗയ, അല്ലെ ബുദ്ധന് ബോധോദയം കിട്ടിയ സ്ഥലം, ലുംബിനി ബുദ്ധൻ ജനിച്ച സ്ഥലമാണ്. 3ാമത് ശാരാനാഥ്, ബുദ്ധൻ ആദ്യമായി പ്രസംഗിച്ച സ്ഥലം. 4ാമത്തെ കുശിനഗര, ബുദ്ധൻ എന്താണ് നിബനായ സ്ഥലം. ഈ 4 സ്ഥലങ്ങളും എന്താണ്, ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ഥലങ്ങളൊക്കെ ബുദ്ധിസ്റ്റ് റിലീജിയൻ അഥവാ ബുദ്ധമതം അനുസരിച്ച് എന്താണ്, ചൈത്യാസ് ആട്ടോ. എന്താണ്, ചൈത്യാസ് ആണ്. അപ്പോൾ ദീസ് 4 പ്ലേസസ് ആർ ചൈത്യാസ്. ഈ 4 സ്ഥലങ്ങളും എന്താടാ, അക്കോർഡിംഗ് ടു ബുദ്ധിസം, ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് എന്താടാ, ചൈത്യാസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഇതിൽ ബുദ്ധന്റെ മരണശേഷം ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം അശോകൻ എന്ത് ചെയ്യാണ്, ലുംബിനിയിൽ ഒരു പില്ലർ ഉയർത്തി. അതിനുശേഷം ഇതേപോലെ അശോകന്റെ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാണ്, ബുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പലയിടങ്ങളിലും കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ബുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങൾ, ഭൗതിക അവശിഷ്ടങ്ങൾ, ഇതൊക്കെ കൊടുത്തയച്ച സ്ഥലങ്ങളിലൊക്കെ അവരൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. ആ ബിൽഡിംഗ് ആണ് എന്ത്, സ്തൂപങ്ങളായിട്ട് മാറിയത് കേട്ടോ. അപ്പൊ എന്താണ് ഇത്തരത്തിൽ ഒന്നുകിൽ ചൈത്യാസന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പ്ലേസസ്, അല്ലെങ്കിൽ സീക്രട്ട് പ്ലേസസ്, അല്ലെങ്കിൽ ബുദ്ധന്റെ ബോഡി പാർട്സ്, അല്ലെങ്കിൽ ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ, ശരീരാവശിഷ്ടങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളൊക്കെയാണ് എന്ത്,
ചൈത്യാസ് എന്ന് പറയുന്നത്. ഈ ചൈത്യാസൊക്കെ പിൽക്കാലത്ത് എന്ത് ചെയ്തു, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കപ്പെട്ടു. ആ ബിൽഡിങ്ങുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്തൂപങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തില് സാഞ്ചിയിലും സാരാനാഥിലും ബഹാരൂത്തിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, പിന്നെ അമരാവതിയിലൊക്കെ സ്തൂപങ്ങൾ കാണാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ബുദ്ധിസം, നിങ്ങളോട് മോഡൽ എക്സാമിന് ചൈനീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി പബ്ലിക് എക്സാമിന് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ബുദ്ധമതത്തിന്റെ സവിശേഷത നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ വേൾഡ് ഈസ് ട്രാൻസിയന്റ്, അല്ലെ, ലോകം ക്ഷണികമാണ് എന്നും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന എന്നാണെന്നും ബുദ്ധമതം വിശ്വസിക്കുന്നു. ദർ ഈസ് നത്തിങ് പെർമനന്റ് ഓർ ഇറ്റേണൽ ഇൻ ദ വേൾഡ്, ലോകത്ത് സ്ഥിരമോ ശാശ്വതമായിട്ടൊന്നുമില്ല. ദ വേൾഡ് ഈസ് സോൾലെസ്, ലോകം എന്താടാ, ആത്മാവില്ലാത്ത കേട്ടോ. ദ വേൾഡ് ഈസ് സോൾലെസ്. അത് മാത്രമല്ല, ഈ ഒരു ഇതിന്റെ ആര് സത്യാസം അഷ്ടാംഗ മാർഗാസം ശ്രദ്ധിക്കണേ. ബുദ്ധമതത്തിന്റെ ആശയങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അവിടെ എന്ത് എഴുതണം, ആര് സത്യാസം അഷ്ടാംഗ മാർഗാസം, അല്ലെ. എന്താണ് ആര് സത്യങ്ങൾ, എന്തൊക്കെ വരുന്നത്, ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്, ലോകം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഓൾ സഫറിങ്സ്, അല്ലെ. അതേപോലെ തന്നെ എന്താടാ, ഈ ഒരു 4 എന്താണ്, ആര് സത്യാസാണ്. ഇനി അഷ്ടാംഗ മാർഗാസം എന്ന് പറഞ്ഞാൽ എന്താ, ഈ 8 കാര്യങ്ങളാണ് അഷ്ടാംഗ മാർഗത്തിൽ പെടുക. അപ്പൊ നിങ്ങളോട് ബുദ്ധിസം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം, ആര് സത്യാസം, അതേപോലെ തന്നെ അഷ്ടാംഗ മാർഗാസം അതിൽ നിങ്ങൾ ആഡ് ചെയ്യാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ ബുദ്ധമതവും ജൈനമതം എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അഹിംസ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതേപോലെ എല്ലാവരോടും സ്നേഹത്തോട്, കമ്പാഷൻ ആൻഡ് മെറ്റ, അല്ലെ, കരുണയോടും സ്നേഹത്തോടും കൂടി എല്ലാവരോടും പെരുമാറാൻ പറഞ്ഞൊരു മതമാണ് ഏത് മതം, ബുദ്ധമതം കേട്ടോ, ഓർത്തു വെക്കുക. ഇതേപോലെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ആണിത്, മഹായാന ബുദ്ധിസം. ശ്രദ്ധിക്കണേ, ഈ മഹായാന ബുദ്ധിസം കുഷാന റൂളറായിരുന്ന കനിഷ്കന്റെ കാലഘട്ടത്തിൽ കാശ്മീർ വെച്ചിട്ട് ഒരു ബുദ്ധിസ്റ്റ് കൗൺസിൽ, ഒരു ബുദ്ധമത സന്യാസിമാരുടെ ഒരു കൗൺസിൽ എന്ത് ചെയ്യാണ്, രൂപം കൊള്ളുകയാണ്. ആ കൗൺസിൽ വെച്ചിട്ടാണ് ബുദ്ധമതം എന്ത് ചെയ്യുന്നത്, 2ആയി പിരിയുന്നത്, മഹായാന ബുദ്ധിസം ആൻഡ് ഹീനയാന ബുദ്ധിസം. മഹായാന ബുദ്ധിസം പറഞ്ഞാൽ എന്താ, ഒരു ന്യൂ ഐഡിയോളജി, പുതിയ ആശയമാണ്. ബുദ്ധനെ ഒരു ദൈവമായി കാണുകയും ബോധിസ്റ്റ് അല്ലെങ്കിൽ ബോധി വൃക്ഷം, ആൽമരത്തെ ആരാധിക്കുകയും ബുദ്ധന്റെ ചിത്രങ്ങൾ ആരാധിക്കുകയും ആ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മഹായാന ബുദ്ധിസം. ഒരു ന്യൂ ഐഡിയോളജി, പുതിയ ആശയമാണ് എന്ത്, മഹായാന ബുദ്ധിസം പറഞ്ഞാൽ. എന്നാൽ ഹീനയാന ബുദ്ധിസം പറഞ്ഞാൽ എന്താ, പണ്ടത്തെ കാലത്തെ ബുദ്ധമതം എങ്ങനെയാണോ അതേപോലെ തന്നെ, പണ്ടത്തെ കാലത്ത് ബുദ്ധനെ ഒരു ദൈവമായിട്ടല്ല ഒരു യുഗപുരുഷനായിട്ടാണ് കണ്ടിരുന്നത്. ആ രീതിയിൽ ഓൾഡ് ടൈം അഥവാ പണ്ടത്തെ കാലത്തെ ബുദ്ധമതം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ കാണുന്ന രീതിയായിരുന്നു ഹീനയാനം. മഹായാനക്കാരെന്താണ്, പാലി ലാംഗ്വേജ് ഒക്കെ മാറ്റി സാൻസ്കൃത ലാംഗ്വേജ് അഥവാ സംസ്കൃത ഭാഷ ഉപയോഗിച്ചപ്പോൾ ഹീനയാനക്കാർ എന്ത് ചെയ്യാണ്, പാലി ലാംഗ്വേജ് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പം ന്യൂ ഐഡിയോളജി, പുതിയ ആശയമാണ് ഇത് മഹായാനം. ഓൾഡ് ഐഡിയോളജി, പഴയ ആശയമാണ് എന്ത്, ഹീനയാനം. മനസ്സിലാക്കി വെച്ചോ. പിന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഓരോരുത്തരും ഇതൊരു 1 വേർഡ് ആണ്. ഇത് എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യരുത്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. 1 വേർഡുകളാണ് ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ലൈവിലേക്ക് എത്തുക. വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്.